സംസ്ഥാന ഖാദി ബോർഡിനോട് 50 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നടൻ മോഹൻലാലിന്റെ മാനനഷ്ട കേസ്. സ്വകാര്യ കമ്പനിയുടെ പരസ്യത്തിൽ മോഹൻലാൽ ചർക്ക ഉപയോഗിച്ചതിനെ ഖാദി ബോർഡ് വിമർശിച്ചിരുന്നു. ഇതാണ് മോഹൻലാലിനെ ചൊടിപ്പിച്ചത്. പ്രളയത്തിൽ കോടികളുടെ നഷ്ടമുണ്ടായ പൊതുമേഖലാ സ്ഥാപനത്തോടാണ് സൂപ്പർ താരം 50 കോടി ചോദിക്കുന്നത്. ഇതൊരു പരസ്യമല്ല. ഭാരതത്തിന്റെ സ്വപ്നങ്ങൾ ചർക്കയിൽ നെയ്തെടുത്ത ഓരോ നെയ്ത്തുകാരും. ഈ പരസ്യമാണ് മോഹൻലാൽ ഖാദി ബോർഡ് പോരിന്റെ അടിസ്ഥാനം. പരസ്യം വന്നതോടെ ഖാദി ബോർഡ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇടിഞ്ഞു. യഥാർത്ഥ ഖാദി സ്വകാര്യ കമ്പനിയുടേതാണെന്ന ധാരണ ജനങ്ങൾക്കുണ്ടായതാണ് വരുമാനം കുറയാൻ കാരണമായതെന്ന് ഖാദി ബോർഡ് വിലയിരുത്തി. പരസ്യം പിൻവലിക്കണമെന്ന് കമ്പനിയോടും പരസ്യത്തിൽ നിന്ന് പിന്മാറണമെന്ന് മോഹൻലാലിനോടും ഖാദി ബോർഡ് ആവശ്യപ്പെട്ടു. കമ്പനി പരസ്യം പിൻവലിക്കുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ബോർഡിനെ ഞെട്ടിച്ചുകൊണ്ട് മോഹൻലാലിന്റെ വക്കീൽ നോട്ടീസ് എത്തി. അദ്ദേഹം ഒരു സിനിമാ നടൻ മാത്രമല്ല, സമൂഹത്തിൻ്റെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരു വലിയ ഒരു മനുഷ്യത്വത്തിൻ്റെ പ്രതീകം കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ ഒരു വക്കീൽ നോട്ടീസ് വന്നത് ഞങ്ങളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എന്ത് മറുപടി പറയണം എന്ന് ഞങ്ങൾക്കറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല, അയച്ചിട്ടുമില്ല. പരസ്യവുമായി ബന്ധപ്പെട്ട് ശോഭന ജോർജ് നടത്തിയ പരാമർശങ്ങൾ മാനഹാനിയുണ്ടാക്കിയെന്നാണ് മോഹൻലാലിന്റെ നിലപാട്. പരാമർശങ്ങൾ പിൻവലിച്ച് മാപ്പു പറഞ്ഞില്ലെങ്കിൽ 50 കോടി നഷ്ടപരിഹാരം നൽകണമെന്നും സൂപ്പർ താരം ആവശ്യപ്പെട്ടു. നിലനിൽപ്പിനായി പൊരുതുന്ന പൊതുമേഖലാ സ്ഥാപനത്തോടാണ് പത്മഭൂഷൺ ജേതാവ് കൂടിയായ നടന്റെ പ്രതികാര നടപടിയെന്നതും ശ്രദ്ധേയം. ന്യൂസ് 18 തിരുവനന്തപുരം. സ്പോർട്സ് വാർത്തകൾ.